ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സി നവംബർ മാസം തേർഡ് വീക്കിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ട്രിപ്പുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നവംബർ തേർഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 17th നവംബറിനാണ്. അപ്പോൾ ആ ഒരാഴ്ചത്തെ 17th നവംബർ മുതൽ 23rd നവംബർ വരെയുള്ള ഏതൊക്കെ ട്രിപ്പാണെന്ന് നോക്കാം. ഒരുപാട് പേര് ഡിസംബറിലെ അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇടുന്നുണ്ട്, ഒരുപാട് കമൻസ് ഇടുന്നുണ്ട്. അപ്പം ഡിസംബറിലെ ചാർട്ട് ഞാൻ കിട്ടുന്ന മുറയ്ക്ക് ഈ ചാനലിലൂടെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഡിസംബറിൽ ഒരുപാട് പ്ലാൻസ് പുതിയതായിട്ട് കെ എസ് ആർ ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കിട്ടുന്നതിനനുസരിച്ച് ഇതിനകത്ത് മാക്സിമം ട്രൈ ചെയ്യാം, ഇതിനകത്തിടാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ നവംബറിലെ തേർഡ് വീക്കിൽ ഏതൊക്കെ ട്രിപ്പാണെന്ന് നോക്കാം. അപ്പം ഇവിടെ അടൂർ ഡിപ്പോയിൽ നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് 17-ാം തീയതി സൺഡേ 17th നവംബറിന് ഫാസ്റ്റ് പാസഞ്ചർ ബസ് വെച്ച് 50 പേരാണ് സീറ്റാണുള്ളത്. ഇതാണ് കോൺടാക്ട് നമ്പർ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ, ഈ പാക്കേജിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനും അതിൻ്റെ റേറ്റ്സും അതിൻ്റെ ടൈമിങ്സും ഇൻക്ലൂഷൻസും എല്ലാം അറിയാൻ പറ്റും. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ഡിപ്പോയിൽ അന്വേഷിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കും. അപ്പം അടൂർ എന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. ആലപ്പുഴയിൽ നിന്നൊരു പിൽഗ്രിം പാക്കേജ് 17th നവംബറിനുണ്ട് സൺഡേ. ആലപ്പുഴയിൽ നിന്നൊരു മാമലക്കണ്ടം പാക്കേജ് സൺഡേയിലുണ്ട്. ആലുവയിൽ നിന്ന് ഒരു ഗവി പാക്കേജ് 17th നവംബറിനുണ്ട്. അങ്കമാലിയിൽ നിന്നൊരു മലക്കപ്പാറ പാക്കേജ് നവംബർ 17th ചടയമംഗലത്ത് നിന്നൊരു പിൽഗ്രിം പാക്കേജ് നവംബർ 17th ചടയമംഗലത്ത് നിന്ന് തന്നെ ഒരു വാഗമൺ പാക്കേജ് നവംബർ 17th ചാലക്കുടിയിൽ നിന്നൊരു മലക്കപ്പാറയുണ്ട് നവംബർ 17th. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. ചാത്തന്നൂർ നിന്നൊരു കാൽവറി മൗണ്ട് പാക്കേജ് ഉണ്ട്. ചെങ്ങന്നൂർ നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. ചേർത്തലയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. ഇതെല്ലാം സൺഡേ 17th നവംബറിനാണ്. ഇതിന് നേരെയുള്ള ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. ഇതിൻ്റെ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അത് കഴിഞ്ഞ് ചിറ്റൂർ ഡിപ്പോയിൽ നിന്നൊരു മലക്കപ്പാറ പാക്കേജ് ഉണ്ട് 17th നവംബറിന്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. എരുമേലി ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. കൽപ്പറ്റയിൽ നിന്ന് മൈസൂർ പാക്കേജ് ഉണ്ട്. കണ്ണൂർ ഡിപ്പോയിൽ നിന്നൊരു കോഴിക്കോട് പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്നൊരു റാണിപുരം പാക്കേജ് ഉണ്ട്. കാട്ടാക്കടയിൽ നിന്ന് തെന്മല പാക്കേജ് ഉണ്ട്. കിളിമാനൂർ ഡിപ്പോയിൽ നിന്നൊരു ഗവി പാക്കേജ് ഉണ്ട്. കിളിമാനൂരിൽ നിന്ന് ഒരു പൗർണമിക്കാവ് പാക്കേജ് ഉണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്നൊരു പൊന്മുടി പാക്കേജ് ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. കോതമംഗലത്ത് നിന്ന് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. കോട്ടയത്ത് നിന്ന് രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്നൊരു കണ്ണൂർ പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്നൊരു വയനാട് പാക്കേജ് ഉണ്ട്. മലപ്പുറത്ത് നിന്ന് ഒരു മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. മല്ലപ്പള്ളിയിൽ നിന്നൊരു മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. മാനന്തവാടിയിൽ നിന്നൊരു മൈസൂർ പാക്കേജ് നവംബർ 17th മാവേലിക്കരയിൽ നിന്നൊരു പൊന്മുടി പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്നൊരു മറയൂർ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നൊരു ചതുരക്കപ്പാറ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്നൊരു കുമ്പാവുരുട്ടി പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നൊരു നെല്ലിയാമ്പതി പാക്കേജ് ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് ഒരു നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്നൊരു മൂന്നാർ പാക്കേജ് ഉണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്നൊരു സൈലന്റ് വാലി പാക്കേജ് ഉണ്ട്. പന്തളത്തു നിന്നൊരു വാഗമൺ പാക്കേജ് ഉണ്ട്. പാറശാല ഡിപ്പോയിൽ നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നൊരു ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു സി കുട്ടനാട് ആലപ്പുഴ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. പത്തനാപുരത്ത് നിന്ന് നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. പെരുമ്പാവൂർ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. പൊൻകുന്നത്ത് നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഉണ്ട്. തലശ്ശേരി ഡിപ്പോയിൽ നിന്നൊരു വയനാട് പാക്കേജ് ഉണ്ട്. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് ജാനകിക്കാട് പാക്കേജ് ഉണ്ട്. താമരശ്ശേരിയിൽ നിന്ന് വയനാട് പാക്കേജ് ഉണ്ട്. തിരുവല്ല ഡിപ്പോയിൽ നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. തൊടുപുഴ ഡിപ്പോയിൽ നിന്നൊരു സി അഷ്ടമുടി വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ പാക്കേജ് ഉണ്ട്. തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് ഒരു സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ പാക്കേജ് ഉണ്ട്. വൈക്കം ഡിപ്പോയിൽ നിന്ന് ഇല്ലിക്കൽ പാക്കേജ് ഉണ്ട്. വെള്ളനാട് ഡിപ്പോയിൽ നിന്ന് ഒരു പൊന്മുടി പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ഒരു രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 17th നവംബർ സൺഡേയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി മൺഡേ നവംബർ 18th ചടയമംഗലത്ത് നിന്ന് ഗവിയുണ്ട്. കോട്ടയത്ത് നിന്നൊരു ഗവിയുണ്ട്. മൂന്നാറിൽ നിന്നൊരു ചതുരംഗപ്പാറയുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു മൈസൂർ പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്നൊരു ഡബിൾ ഡെക്കർ സിറ്റി റൈഡ് പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 18th. ഇനി 19th ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ മൂന്നാർ ഡിപ്പോയിൽ നിന്നൊരു സൈറ്റ് സീയിങ് പാക്കേജ് ഉണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നൊരു ഗവിയുണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് സിറ്റി റൈഡ് പാക്കേജ് ഡബിൾ ഡെക്കർ പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 19th. ഇനി 20th നോക്കുകയാണെങ്കിൽ വെനസ്ഡേ അടൂർ ഡിപ്പോയിൽ നിന്ന് ഗവിയുണ്ട്.
ഹരിപ്പാട് ഡിപ്പോയിൽ നിന്നൊരു ഗവിയുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്നൊരു മറയൂർ പാക്കേജ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗവിയുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഡബിൾ ഡെക്കർ സിറ്റി റൈഡ് പാക്കേജ് ഉണ്ട്. 21 നവംബർ അതായത് തേഴ്സ്ഡേയിലാണെങ്കിൽ കായംകുളം ഡിപ്പോയിൽ നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. പുനലൂർ നിന്നൊരു ഗവി പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു കണ്ണൂർ പാക്കേജ് ഉണ്ട്. തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നൊരു ഗവി പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്നൊരു സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്നൊരു ഇത്രയാണ് 21 ഇനി 22 ഫ്രൈഡേയിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്നൊരു മൂകാംബിക പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്നൊരു മൂന്നാർ പാക്കേജ് ഉണ്ട്. കൂത്താട്ടുകുളത്ത് നിന്നൊരു ഗവി പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്നൊരു സൈറ്റ് സീയിങ് പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്നൊരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. റാന്നിയിൽ നിന്നൊരു ഗവി പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. താമരശ്ശേരിയിൽ നിന്നൊരു വാഗമൺ പാക്കേജ് ഉണ്ട്. താമരശ്ശേരിയിൽ നിന്നൊരു അതിരപ്പള്ളി പാക്കേജ് ഉണ്ട്. താമരശ്ശേരിയിൽ നിന്നൊരു നെല്ലിയാമ്പതി പാക്കേജ് ഉണ്ട്. താമരശ്ശേരിയിൽ നിന്ന് ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്നൊരു സിറ്റി റൈഡ് പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് നിന്ന് മണ്ണാർശാല പാക്കേജ്. ഇത്രയാണ് 22 ഇനി 23 സാറ്റർഡേ 23 നവംബറിൽ സാറ്റർഡേ ഏതൊക്കെയാണെന്ന് നോക്കാം. ആലപ്പുഴയിൽ നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ, ചേർത്തലയിൽ നിന്ന് വാഗമൺ, എടത്തു നിന്ന് പിൽഗ്രിം പാക്കേജ്, കൊല്ലത്ത് നിന്ന് മൂന്നാർ, കൂത്താട്ടുകുളത്ത് നിന്ന് സിയഷ്ടമുടി പാക്കേജ്, കോതമംഗലത്ത് നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ്, കോഴിക്കോട് നിന്ന് മൂന്നാർ പാക്കേജ്, കോഴിക്കോട് നിന്ന് ഗവി പാക്കേജ്, കോഴിക്കോട് സൈലന്റ് വാലി പാക്കേജ്, മലപ്പുറത്ത് നിന്ന് വാഗമൺ വഴി മൂന്നാർ പോകുന്ന പാക്കേജ്, മലപ്പുറത്ത് നിന്ന് ഒരു കാന്തല്ലൂർ പാക്കേജ്, മാനന്തവാടിയിൽ നിന്നൊരു ജംഗിൾ സഫാരി വയനാട് പാക്കേജ്, മൂന്നാറിൽ നിന്നൊരു മറയൂർ പാക്കേജ്, നിലമ്പൂരിൽ നിന്നൊരു ജംഗിൾ സഫാരി വയനാട് പാക്കേജ്, ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജാണ് നിലമ്പൂരിൽ നിന്ന്. ജംഗിൾ സഫാരി മൂന്നാർ എന്ന് പറയുമ്പോൾ മാമലക്കണ്ടം വഴി പോകുന്ന ഒരു പാക്കേജാണ്, കാട്ടിനകത്തൂടി പോകുന്ന ഒരു പാക്കേജാണ്. പിന്നെ പെരിന്തൽമണ്ണയിൽ നിന്നൊരു വാഗമൺ പാക്കേജ് ഉണ്ട്. പിറവത്തുനിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. പൊന്നാനിയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഉണ്ട്. തൊടുപുഴയിൽ നിന്നൊരു ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റിയുടെ ഡബിൾ ഡെക്കർ പാക്കേജ് ഉണ്ട്. വൈക്കത്ത് നിന്നൊരു ട്രിവാൻഡ്രം സിറ്റി കാണുന്ന ഒരു പാക്കേജ് ഉണ്ട്. വൈക്കത്ത് നിന്നൊരു ഗവി പാക്കേജ് ഉണ്ട്. വെള്ളനാട് പോയി നിന്നൊരു ആലപ്പുഴ പാക്കേജ് ഉണ്ട്. ഇത്രയും പാക്കേജുകളാണ് നിലവിൽ KSRTC നവംബർ മാസം 3rd വീക്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് വീക്കിലത്തേക്ക്. അപ്പം ഇനി ഡിസംബർ മാസം അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് KSRTCയുടെ കൂടുതൽ ബഡ്ജറ്റ് ടൂർ റിലേറ്റഡ് ട്രിപ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.